ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു വെക്ടർ സ്പേസസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എപ്പോഴാണ് ഒരു സെറ്റ് വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. അതിനുള്ള 10 കണ്ടീഷൻസ് നമ്മൾ നോക്കി. 10 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ആ സെറ്റ് എന്താണെന്ന് പറയുള്ളൂ, വെക്ടർ സ്പേസ് ആണെന്ന് പറയുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കി. R2ൽ നമ്മളൊരു വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തു. അത് വെക്ടർ സ്പേസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എക്സാമ്പിളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെക്ടർ സ്പേസസിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. R2, R3, R4 ജനറലായിട്ട് Rn വരെ എന്താണ് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിസൾട്ട് പറഞ്ഞത് സിംഗിൾട്ടൺ സെറ്റുകളൊന്നും എന്താവില്ല, വെക്ടർ സ്പേസ് ആവില്ല എക്സെപ്റ്റ് സിംഗിൾട്ടൺ 0. ഇപ്പോൾ V = സിംഗിൾട്ടൺ 1 അല്ലെങ്കിൽ സിംഗിൾട്ടൺ 2 എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതെന്താവും, V = 1, അതുപോലെ -1, 2, 3 അങ്ങനെ എടുക്കുന്ന നമ്പേഴ്സ് ഒന്നും എന്താവില്ല, വെക്ടർ സ്പേസ് ആവില്ല. ബട്ട് V = സിംഗിൾട്ടൺ 0 മാത്രം എന്താവും, വെക്ടർ സ്പേസ് ആവും. ഇപ്പോൾ V = സിംഗിൾട്ടൺ 0 എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ എന്തെന്നാ പറയുക, ട്രിവിയൽ സ്പേസ് അല്ലെങ്കിൽ 0 സ്പേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വേറെ സിംഗിൾട്ടൺ സെറ്റുകളൊന്നും എന്താവില്ല, വെക്ടർ സ്പേസ് ആവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് റിമാർക്ക് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വെക്ടർ സ്പേസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ പറയുന്നത് സബ് സ്പേസ് എന്താണെന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് സ്പേസ് എന്താണെന്നാണ്. അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ഓഫ് എ വെക്ടർ സ്പേസ്, ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്താണെന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ റിമാർക്കിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ആണ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ആണ്. R2, R3 എല്ലാം വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞു. ഇനി ജനറലായിട്ട് നമുക്ക് Rn എന്ന് പറഞ്ഞാൽ എന്താണ്, n ടുപ്പിൾസ്, അതിൻ്റെ ഫോം h1 h2. ഇപ്പോൾ നമ്മൾ R എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റാണ് പറയാം. R2 എന്ന് വെച്ചാൽ 2 റിയൽ നമ്പേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ h1 h2 ഓർഡർഡ് പെയർ ആക്കിയിട്ട് ഇത്. R3 ആണെങ്കിൽ h1 h2 h3 3 ഉണ്ടാവും. ഇത് നമ്മൾ ട്രിപ്ലറ്റ് എന്ന് പറയും. 4 ആകുമ്പോൾ ക്വാഡ്രബിൾ എന്ന് പറയും. ജനറലായിട്ട് പറയുന്നതാണെന്ത്, n ടുപ്പിൾസ് എന്നുള്ളത്. അപ്പോൾ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, n എലമെൻറ്റ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് n കോർഡിനേറ്റ്സ് എന്നാണ് മീനിങ്. ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ് എക്സെട്ര, nth കോർഡിനേറ്റ്, h1 h2 എക്സെട്ര hn. ഇതിനെ നമ്മൾ n ടുപ്പിൾ, ഇത് ഓർഡർഡ് പെയർ എന്ന് വിളിക്കുന്ന പോലെ ഇതിനെ നമ്മൾ n ടുപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഓർഡർ എത്രയാണ്, n. സെറ്റ് Rn ഓഫ് n tuples ഈസ് എ റിയൽ വെക്ടർ സ്പേസ് അണ്ടർ ദ ഫോളോയിങ് കമ്പോണൻറ്റ് വൈസ് ഡെഫിനിഷൻ ഓഫ് അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാസ്. നമ്മളൊരു സെറ്റ് വെക്ടർ സ്പേസ് ആണോ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് കൂടെ പറയണം. എന്താണ് ഓപ്പറേഷൻസ്? 2 ഓപ്പറേഷനാണ് വരുന്നത്, വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും. വി അണ്ടർ ദാറ്റ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയാം, വെക്ടർ സ്പേസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സെറ്റ് വിനെ നമ്മൾ വെക്ടർ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ വി ഈസ് വെക്ടർ സ്പേസ് അണ്ടർ ദ ഓപ്പറേഷൻ വെക്ടർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ഓൺ വി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ Rnൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വെക്ടർ അഡിഷൻ എന്താണ്, കമ്പോണൻറ്റ് വൈസ് ആണ്. ദാറ്റ് ഈസ് 2 എലമെൻറ്റുകൾ. ഈ Rnലെ 2 എലമെൻറ്റുകളുടെ ഫോം എന്താ, Rnലെ എലമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാവുക, n ട്യൂപ്പിളാണ്, h1 h2 എക്സെട്ര hn. അപ്പോൾ നമുക്ക് വെക്ടർ സ്പേസ് ആവണമെങ്കിൽ മെയിനായിട്ട് വേണ്ടത് എന്താണ്, വെക്ടർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വെക്ടർ അഡിഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, കമ്പോണൻറ്റ് വൈസ് ആണ്. അപ്പോൾ 2 എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക, h1 h2 എക്സെട്ര hn പ്ലസ് രണ്ടാമത്തെ എലമെൻ്റ് ആണ് y1 y2 എക്സെട്ര yn. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നത് കമ്പോണൻറ്റ് വൈസ് ആണ്. h1 പ്ലസ് y1 അതാണ് നമ്മുടെ ഫസ്റ്റ് കമ്പോണൻറ്റ്. സെക്കൻഡ് വൺ h2 പ്ലസ് y2, ഫസ്റ്റ് കമ്പോണൻറ്റ് പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ്. ഇപ്പോൾ h1 പ്ലസ് y1 അതാണ് ഇവിടുത്തെ റിസൾട്ടിങ് സെറ്റിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് h2 പ്ലസ് y2 എക്സെട്ര hn പ്ലസ് yn. ഇപ്പോൾ കമ്പോണൻറ്റ് വൈസ് ആണ് വെക്ടർ അഡിഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ k ഇൻറ്റു h1 h2 എക്സെട്ര hn ഇസ് ഈക്വൽ ടു kh1 kh2 എക്സെട്ര kHn. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ Rn അണ്ടർ ദിസ് ഓപ്പറേഷൻ ഇതെന്താണെന്നാണ് പറയുന്നത്, വെക്ടർ സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ m/n ഓഫ് R. m/n ഓഫ് R എന്ന് വെച്ചാൽ എന്താണ്, സെറ്റ് ഓഫ് ആൾ m/n മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് ഈസ് എ വെക്ടർ സ്പേസ് അണ്ടർ ദ യൂഷ്വൽ ഓപ്പറേഷൻ ഓഫ് അഡിഷൻ ഓഫ് മെട്രിസസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലേഴ്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു നൊട്ടേഷൻ പറയുന്നുണ്ട്, എന്താണ്, m/n ഓഫ് R എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മെട്രിക്സുകളാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ മെട്രിക്സ് എന്നുള്ള ചാപ്റ്റർ, മെട്രിക്സ് സെറ്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 നൊട്ടേഷനൊക്കെ ഉണ്ട് അല്ലേ. സെറ്റ് മെട്രിക്സിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ്, ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ A1
A2 A11 A12 A21 A22 ഇതാണ് എന്ത് ഒരു 2/2 മെട്രിക്സ്. നമ്മൾ 2/2 2 × 2 എന്ന് എഴുതി കഴിഞ്ഞാൽ വായിക്കേണ്ടത് മെട്രിക്സിൽ 2/2 എന്നാണ്. എന്താണ് 2/2 എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളവും എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ എ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഇത് സിംഗിൾട്ടൺ മെട്രിക്സ് ആണ്. ഓർഡർ 1/1, ഒരു റോയും ഒരു കോളും. അപ്പോൾ 1/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 എന്ന് വെച്ചാൽ ഒരു റോയും 2 കോളും. ഒരു റോയേ ഉള്ളൂ, ഇതല്ലേ റോ, ഇത് റോ, താഴത്തേക്കുള്ളത് കോളം. അപ്പോൾ ഇതിൽ എത്രയാണ്? ഒരു റോയേ ഉള്ളൂ, ബട്ട് 2 കോളുണ്ട്. ഒരു കോളത്തിൽ 1, അടുത്ത കോളത്തിൽ 2. അപ്പോൾ ഇതെന്താണ്? 1/2 മെട്രിക്സ് ആണ്. 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 2 റോ ഉണ്ടാവും, കോളം ഒന്നേ ഉണ്ടാവുള്ളൂ. 1 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? 2 റോ ഉണ്ട് അല്ലേ? 2 ഇൻറ്റു പറഞ്ഞാൽ 2/, എത്ര കോളം ഉള്ളത്? 1. 2/1 മെട്രിക്സ്. അപ്പോൾ 2/2 3/3 4/4 എന്ന് പറയുന്നത് തന്നെ ഫോമാണെന്ത്? n/n അല്ലെങ്കിൽ m/m എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത്. ഇങ്ങനെയായിട്ട് വരുന്നതിന് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്? m/n മെട്രിക്സ് ആണ്. എന്ന് വെച്ചാൽ സ്ക്വയർ ആവണമെന്നില്ല, മേ ബി ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. m/n ഓഫ് r എന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് എടുക്കുന്നുണ്ട്, ഓഫ് എൻട്രീസ് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റിനകത്ത് ഇപ്പോൾ A11 A12 A21 A22 ഇതിനെയാണ് നമ്മൾ എൻട്രീസ് എന്ന് പറയാം. എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ഓഫ് എ മെട്രിക്സ് എന്നാണ് പറയുക. ഈ A11 A12 A21 A22 എല്ലാം. ഓക്കെ, അപ്പോൾ ഈ എൻട്രീസ് ഒക്കെ എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതിൻ്റെ ഓർഡർ എത്രയാണ്? m/n ആണ്. അപ്പോൾ ഈ മെട്രിക്സ്, അതായത് മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് ഓഫ് ഓർഡർ m/n അതെന്താവും? വെക്ടർ സ്പേസ് ആവും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ മെട്രിക്സിൽ എങ്ങനെയാണോ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതേ ഓപ്പറേഷനിൽ തന്നെ m/n ഓഫ് r എന്നുള്ളത് വെക്ടർ സ്പേസ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡെഫിനിഷൻ പറയുന്നത് സബ് സ്പേസ് എന്താണെന്നാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് വെക്ടർ സ്പേസ് എന്താണെന്നാണ്. ഇനി എന്താ പറയുന്നത്? സബ് സ്പേസ്. നിങ്ങൾ സെറ്റ് പഠിക്കുമ്പോൾ സെറ്റ് സബ്സെറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഒരു സെറ്റിനെയാണ് നമ്മൾ വെക്ടർ സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെറ്റിനെ വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വെക്ടർ സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പറയുന്നത് എന്താണ്? സബ് സ്പേസ് ആണ്. അപ്പോൾ എപ്പോഴാണ് ഒരു സെറ്റിനെ സബ് സ്പേസ് ആണെന്ന് പറയാം? ഒരു സെറ്റിന് എപ്പോഴാണ് സബ്സെറ്റ് ആണെന്ന് പറയാം? ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ബി എപ്പോഴാണ് എയിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറയാം? ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിൽ ഉണ്ടായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ സബ് സ്പേസിൽ പറയുന്നത് എല്ലാ എലമെൻറ്റും ഉണ്ടായിരിക്കണം എന്നല്ല. ഡെഫിനേഷൻ നോക്കാം. ഇഫ് എ സബ്സെറ്റ് W of a vector space V is itself a vector space under the operations of vector addition and scalar multiplication defined on V, then W is called a subspace of V. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വെക്ടർ സ്പേസ് വേണം അല്ലേ? ആ വെക്ടർ സ്പേസ് ആണെന്ത്? വി. ഇനി വി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റാണ്. സെറ്റിനെയാണ് നമ്മൾ വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. ഇനി വിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുക, W എന്ന് പറയുന്നത് വിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി ഈ Wനെ സബ് സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് സബ് സ്പേസ് ആണെന്ന് പറയാം? if a subset W of a vector space V is itself a vector space. ഇപ്പോൾ W എന്ന് പറയുന്നത് വിൻ്റെ സബ്സെറ്റ് ആണ്. വി ഓൾറെഡി എന്താ? വെക്ടർ സ്പേസ് ആണ്. ഇനി W സബ് സ്പേസ് ആവണമെങ്കിൽ W എന്തായിരിക്കണം? വെക്ടർ സ്പേസ് ആയിരിക്കണം അണ്ടർ ദ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ വിയിലെ ഏത് ഓപ്പറേഷനാണോ നമ്മൾ എടുത്തത് അതേ ഓപ്പറേഷനിൽ തന്നെ W എന്തായിരിക്കണം? വെക്ടർ സ്പേസ് ആയിരിക്കണം. ഓക്കെ, വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. W വിൻ്റെ ഒരു സബ് സ്പേസ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സബ്സെറ്റ് ആയിരിക്കണം. സബ് സ്പേസ് ആണോ നോക്കണമെങ്കിൽ W ആദ്യം വിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. ഇനി W സബ്സെറ്റ് ഓഫ് വിയും അതുപോലെ തന്നെ എന്താണ്? W സബ് സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ W വിൻ്റെ സബ്സെറ്റ് ആണ്. ഇനി W സബ് സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? W ഇറ്റ്സെൽഫ് എ വെക്ടർ സ്പേസ്. W ഒരു വെക്ടർ സ്പേസ് ആയിരിക്കണം. ഏത് ഓപ്പറേഷൻ എടുക്കേണ്ടത്? വിയിൽ ഏത് ഓപ്പറേഷനാണോ നമ്മൾ എടുത്തത് അതേ ഓപ്പറേഷനിൽ W എന്താവണം? വെക്ടർ സ്പേസ് ആവണം. അതിന് നമ്മൾ W സബ് സ്പേസ് ആണെന്ന് പറയും. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ, അതായത് വി സബ് സ്പേസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ ഇനി W സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ 10 കണ്ടീഷൻസ് നോക്കണം അല്ലെ? W ഇറ്റ്സെൽഫ് എ വെക്ടർ സ്പേസ് ആണ് എന്ത്? സബ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 10 കണ്ടീഷൻ നോക്കണം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. തിയറമാണ് ക്രൈറ്റീരിയ ഫോർ എ സബ് സ്പേസ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ 10 കണ്ടീഷൻസിൻ്റെ ആവശ്യമില്ല.
ഓക്കെ, ഇനി അതിന് മുമ്പ് സബ് സ്പേസിൻ്റെ കൂടെ തന്നെ വരുന്ന റിസൾട്ടാണ് എവരി വെക്ടർ സ്പേസ് വി ഹാസ് അറ്റ്ലീസ്റ്റ് 2 സബ് സ്പേസസ്. ഏതൊരു വെക്ടർ സ്പേസ് എടുത്താലും അതിന് മിനിമം 2 സബ് സ്പേസെങ്കിലും ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് വി തന്നെ, ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റ് തന്നെ അതിൻ്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ആൻഡ് ദ സീറോ സ്പേസ് സിംഗിൾട്ടൺ സീറോ. നമുക്കറിയാം സെറ്റിൻ്റെ കാര്യത്തിൽ നമ്മളത് പറയാറുണ്ട്. എ എന്ന് പറയുന്ന ഒരു സെറ്റാണെങ്കിൽ ഇതിനെന്തായാലും പറയാൻ പറ്റുന്ന 2 സബ്സെറ്റാണ് എന്ത്? ഒന്ന് എ തന്നെയും പിന്നെ ഒന്ന് എം ടി സെറ്റും അല്ല, എം ടി സെറ്റും എയും എന്താണ്? അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സബ്സെറ്റും ഇല്ലെങ്കിലും എയും എം ടി സെറ്റും അതിൻ്റെ തന്നെ സെറ്റാണെന്ന് നമ്മൾ സബ്സെറ്റാണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ വെക്ടർ സ്പേസിന് എന്തായാലും മിനിമം 2 സബ് സ്പേസെങ്കിലും ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് ആ സ്പേസ് തന്നെ, പിന്നെ സീറോ സ്പേസ്.